ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ നടപടികൾ ശക്തമാക്കി സുരക്ഷാ സേന. ബിജാപൂരിൽ കഴിഞ്ഞ 3 ദിവസമായി നടത്തിയ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനിൽ 7 ഭീകരരെ വധിച്ചു. തലയ്ക്ക് 50 ലക്ഷം രൂപ വിലയിട്ട ഭീകരൻ സുധാകർ ഉൾപ്പെടെയുള്ള ഭീകരരുടെ മൃതദേഹം കണ്ടെത്തിയെന്നും പരിശോധന തുടരുകയാണെന്നും ബസ്തർ IG പി സുന്ദർരാജ് അറിയിച്ചു. ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ ശക്തമായ നിയമ നടപടി നേരിടുക എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേന മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസമായി ബീജാപൂരിൽ ഇന്ദ്രാവതി വനമേഖലയിൽ നടന്ന ഓപ്പറേഷനിൽ ഇതുവരെ 7 ഭീകരരെ വധിച്ചെന്നും AK-47 തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ പിടിച്ചെടുത്തെന്നും ബസ്തർ IG പി സുന്ദർരാജ് അറിയിച്ചു. തലയ്ക്ക് 50 ലക്ഷം രൂപ വിലയിട്ടിരുന്ന CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം സുധാകർ റെഡ്ഡി ഉൾപ്പെടെയുള്ള ഭീകരരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നും വനമേഖലയിൽ പരിശോധന തുടരുകയാണെന്നും IG വ്യക്തമാക്കി. ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡും CRPF കോബ്ര യൂണിറ്റും സംയുക്തമായാണ് ഭീകരവിരുദ്ധ ഓപ്പറേഷൻ നടത്തുന്നത്. കഴിഞ്ഞ മാസം 21-ന് നടന്ന ഏറ്റുമുട്ടലിൽ CPI മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറി ബസവരാജു എന്ന നമ്പാല കേശവറാവ് ഉൾപ്പെടെ 27 ഭീകരരെ സുരക്ഷാ സേന വധിച്ചിരുന്നു. ജനം, ഡൽഹി.